ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 100 ഡെയിലി സെൻറ്റൻസസ് ആണ്. ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന പോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. മിസ്റ്റേക്സ് വന്നോട്ടെ, കുഴപ്പമില്ല. അതിന് ശേഷം കറക്റ്റായിട്ടുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സെൻറ്റൻസസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വണ്ണ്, ഇന്ന് രാവിലെ നീ എന്താണ് കഴിച്ചത്? അതെങ്ങനെയായിരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ്? നെക്സ്റ്റ് വണ്ണ്, ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു. അതെങ്ങനെയായിരിക്കും പറയുക? ഐ ഗോട്ട് അപ്പ് എ ലിറ്റിൽ ഏർലി ടുഡേ. ഐ ഗോട്ട് അപ്പ് എ ലിറ്റിൽ ഏർലി ടുഡേ. നെക്സ്റ്റ് വൺ, നിൻ്റെ പുസ്തകങ്ങൾ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. യുവർ ബുക്സ് ആർ ഓൺ ദ ടേബിൾ. യുവർ ബുക്സ് ആർ ഓൺ ദ ടേബിൾ. നെക്സ്റ്റ് വണ്ണ്, നീ ഇന്ന് സ്കൂളിലേക്ക് എങ്ങനെ പോകും? ഹൗ വിൽ യു ഗോ ടു സ്കൂൾ ടുഡേ? ഇങ്ങനെ ചോദിക്കുക, ഹൗ വിൽ യു ഗോ ടു സ്കൂൾ ടുഡേ. നെക്സ്റ്റ് വണ്ണ്, ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എങ്ങനെയായിരിക്കും പറയാം? ഐ ആം എ ലിറ്റിൽ ബിസി ടുഡേ. ഐ ആം എ ലിറ്റിൽ ബിസി ടുഡേ. നെക്സ്റ്റ് വണ്ണ്, നീ എവിടേക്കാണ് പോകുന്നത്? എങ്ങനെ ചോദിക്കാം? വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്? ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അല്ലേ, നമുക്കൊക്കെ അറിയുന്ന സെൻറ്റൻസസ് ആണ്. നെക്സ്റ്റ് വണ്ണ്, ഞാനിപ്പോൾ അടുക്കളയിലേക്ക് പോകുകയാണ്. എങ്ങനെയായിരിക്കും പറയാം? ഐ ആം ഗോയിങ് ടു ദ കിച്ചൺ നൗ. ഐ ആം ഗോയിങ് ടു ദ കിച്ചൺ നൗ. നെക്സ്റ്റ് വണ്ണ്, ഒരു മിനിറ്റ് കാത്തിരിക്കും, ഞാൻ ഉടനെ വരാം. എങ്ങനെയായിരിക്കും പറയാം? വെയിറ്റ് എ മിനിറ്റ്, ഐ വിൽ ബി ദർ സൂൺ. നെക്സ്റ്റ് വണ്ണ് 9th സെൻറ്റൻസ് ആണ്. നീ എന്നെ കേൾക്കുന്നുണ്ടോ? എങ്ങനെയായിരിക്കും ചോദിക്കുക? ക്യാൻ യു ഹിയർ മീ? നമ്മൾ ഫോണൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സെൻറ്റൻസ് ആണ് അല്ലേ. നീ എന്നെ കേൾക്കുന്നുണ്ടോ? എങ്ങനെ ചോദിക്കുക? ക്യാൻ യു ഹിയർ മീ? നെക്സ്റ്റ് വണ്ണ്, നിനക്ക് എന്താണ് സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ ടു യു? വാട്ട് ഹാപ്പൻ ടു യു? നെക്സ്റ്റ് വണ്ണ്, അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. വി ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ. വി ക്യാൻ ടോക്ക് ഇറ്റ് അബൌട്ട് ഇറ്റ് ലേറ്റർ. നെക്സ്റ്റ് വണ്ണ് 12th വണ്ണാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. എങ്ങനെയായിരിക്കും പറയുക? ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ് നൗ. ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ് നൗ. നെക്സ്റ്റ് വണ്ണ്, എനിക്ക് ഇതിനെക്കുറിച്ച് ഉറപ്പില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും പറയാം? ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ദിസ്. ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ദിസ്. നെക്സ്റ്റ് വണ്ണ്, നീ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് വാട്ട് യു സെഡ് ഈസ് റൈറ്റ്. നെക്സ്റ്റ് 15th സെൻറ്റൻസ് ആണ്. എനിക്ക് നിൻ്റെ അഭിപ്രായം അറിയണം. ഐ വാണ്ട് ടു നോ യുവർ ഒപ്പീനിയൻ. ഐ വാണ്ട് ടു നോ യുവർ ഒപ്പീനിയൻ. നെക്സ്റ്റ് വണ്ണ്, നിനക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? എങ്ങനെ പറയാം? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ്? നെക്സ്റ്റ് വണ്ണ്, അതൊരു നല്ല ആശയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. 18th ആണ്. നമുക്ക് മറ്റൊരു വഴി നോക്കാം. ലെറ്റ്സ് ട്രൈ അനദർ വേ. നെക്സ്റ്റ് വണ്ണ്, ഇതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്ങനെ പറയാം? ദിസ് ഈസ് എ ലിറ്റിൽ ഡിഫിക്കൽട്ട് ഫോർ മീ. നെക്സ്റ്റ് വൺ, പക്ഷെ ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. ബട്ട് ഐ വിൽ കീപ് ട്രൈയിങ്. നെക്സ്റ്റ് വണ്ണ്, നീ എന്നെ കുറച്ച് സഹായിക്കണം. യു നീഡ് ടു ഹെൽപ്പ് മീ എ ലിറ്റിൽ. യു നീഡ് ടു ഹെൽപ്പ് മീ എ ലിറ്റിൽ. നെക്സ്റ്റ് 22nd ആണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ഐ ഡു? നെക്സ്റ്റ് വണ്ണ്, ആദ്യം ഇത് പൂർത്തിയാക്കൂ. ഫിനിഷ് ദിസ് ഫസ്റ്റ്. നെക്സ്റ്റ് വണ്ണ്, അതിന് ശേഷം നമുക്ക് അടുത്തത് ചെയ്യാം. ദെൻ വി ക്യാൻ ഡു ദ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വണ്ണ്, ഇത് ശരിയായ സ്ഥലത്ത് വെക്കൂ. എങ്ങനെ പറയാം? പുട്ട് ദിസ് ഇൻ ദ റൈറ്റ് പ്ലേസ്. നെക്സ്റ്റ് വണ്ണ്, നിൻ്റെ പേന എവിടെയാണ്? വേർ ഈസ് യുവർ പെൻ? നെക്സ്റ്റ് വണ്ണ്, എൻ്റെ പേന ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. മൈ പെൻ വാസ് സംവെയർ ഹിയർ. നെക്സ്റ്റ് വണ്ണ്, അത് മേശയുടെ അടിയിൽ നോക്കൂ. എങ്ങനെയായിരിക്കും പറയാം? ലുക്ക് അണ്ടർ ദ ടേബിൾ. നെക്സ്റ്റ് വണ്ണ്, അത് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ദർ. ഐ തിങ്ക് ഇറ്റ്സ് ദർ. നെക്സ്റ്റ് വണ്ണ്, നീ അത് കണ്ടെത്തിയോ? എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ഫൈൻഡ് ഇറ്റ്? ഡിഡ് യു ഫൈൻഡ് ഇറ്റ്? നെക്സ്റ്റ് വണ്ണ്, എനിക്കത് ഇപ്പോഴും കണ്ടെത്താനായില്ല. ഐ സ്റ്റിൽ കുഡിൻറ്റ് ഫൈൻഡ് ഇറ്റ്. എനിക്കിപ്പോഴും കണ്ടെത്താനായില്ല. എങ്ങനെ പറയാം? ഐ സ്റ്റിൽ കുഡിൻറ്റ് ഫൈൻഡ് ഇറ്റ്.
നെക്സ്റ്റ് വണ്ണ് വിഷമിക്കേണ്ട, നമുക്ക് വീണ്ടും നോക്കാം. ഡോണ്ട് വെറി, ലെറ്റ്സ് ലുക്ക് അഗെയിൻ. നെക്സ്റ്റ് വണ്ണ് ഇന്ന് ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? എങ്ങനെയായിരിക്കും ചോദിക്കാം? വാട്ട് ഡിഡ് യു ലേൺ ഇൻ ക്ലാസ് ടുഡേ? നെക്സ്റ്റ്, ഇന്ന് ഞങ്ങൾക്ക് ഒരു പുതിയ പാഠം പഠിപ്പിച്ചു. എങ്ങനെ ചോദിക്കുക? വി ആർ ടോട്ട് എ ന്യൂ ലെസൺ ടുഡേ. നെക്സ്റ്റ് വണ്ണ് ഈ വിഷയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എങ്ങനെ ചോദിക്കാം? ഐ റിയലി ലൈക്ക്ഡ് ദിസ് ടോപ്പിക്. ടോപ്പിക് എന്ന് പറഞ്ഞാൽ വിഷയം എന്നാണ് മീനിങ്. നെക്സ്റ്റ് വണ്ണ് ഈ ഭാഗം എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഐ ഫൈൻഡ് ദിസ് പാർട്ട് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഐ ഫൈൻഡ് ദിസ് പാർട്ട് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. നെക്സ്റ്റ് വണ്ണ് ടീച്ചർ അത് വളരെ നന്നായി വിശദീകരിച്ചു. എങ്ങനെ ചോദിക്കുക? ദ ടീച്ചർ എക്സ്പ്ലെയിൻഡ് ഇറ്റ് വെരി വെൽ. നെക്സ്റ്റ് വണ്ണ് 38 സെൻറ്റൻസ് ആണ്. ആരെങ്കിലും ഈ ചോദ്യത്തിന് ഉത്തരം പറയാമോ? എങ്ങനെ ചോദിക്കുക? ക്യാൻ എനിവൺ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ? നെക്സ്റ്റ് വണ്ണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. എവരി വൺ ഷുഡ് ലിസൺ കെയർഫുള്ളി. നെക്സ്റ്റ് വണ്ണ് നിങ്ങളുടെ പുസ്തകം തുറക്കൂ. ഓപ്പൺ യുവർ ബുക്ക്. നെക്സ്റ്റ് വണ്ണ് ഈ വാക്ക് ആരെങ്കിലും വായിക്കാമോ? ക്യാൻ എനിവൺ റീഡ് ദിസ് വേർഡ്? നെക്സ്റ്റ് വണ്ണ് ഇതിൻ്റെ അർത്ഥം ആർക്കെങ്കിലും അറിയാമോ? എങ്ങനെ ചോദിക്കുക? ഡസ് എനിവൺ നോ ദ മീനിങ് ഓഫ് ദിസ്? ഡസ് എനിവൺ നോ ദ മീനിങ് ഓഫ് ദിസ്? നെക്സ്റ്റ് വണ്ണ് നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെ ചോദിക്കുക? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? നെക്സ്റ്റ് വണ്ണ് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കൂ. ആസ്ക് മീ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ആസ്ക് മീ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നെക്സ്റ്റ് വണ്ണ് തെറ്റായ ഉത്തരം പറയാൻ പേടിക്കേണ്ട. ഡോണ്ട് ബി അഫ്രെയ്ഡ് ഓഫ് ഗിവിങ് ദ റോങ് ആൻസർ. ഡോണ്ട് ബി അഫ്രെയ്ഡ് ഓഫ് ഗിവിങ് ദ റോങ് ആൻസർ. നെക്സ്റ്റ് വണ്ണ് നമുക്ക് ഇത് വീണ്ടും ശ്രമിക്കാം. ലെറ്റ്സ് ട്രൈ ദിസ് എഗെയിൻ. ലെറ്റ്സ് ട്രൈ ദിസ് എഗെയിൻ. നെക്സ്റ്റ് വണ്ണ് എല്ലാവരും നിങ്ങളുടെ ജോലി പൂർത്തിയാക്കിയോ? എങ്ങനെയായിരിക്കും ചോദിക്കുക? ഹാസ് എവരി വൺ ഫിനിഷ്ഡ് ദെയർ വർക്ക്? നെക്സ്റ്റ് വണ്ണ് നിങ്ങളുടെ ജോലി പരിശോധിച്ച ശേഷം സമർപ്പിക്കൂ. ചെക്ക് യുവർ വർക്ക് ബിഫോർ സബ്മിറ്റിംഗ് ഇറ്റ്. ഫസ്റ്റ് എന്താ? വർക്ക് ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാനാണ് പറയുന്നത്. നെക്സ്റ്റ് വണ്ണ് ശബ്ദം ഉണ്ടാക്കാതെ ഇരിക്കൂ. എങ്ങനെയായിരിക്കും പറയുക? പ്ലീസ് സ്റ്റേ ക്വയറ്റ്. നെക്സ്റ്റ് വണ്ണ് നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ കേന്ദ്രീകരിക്കൂ. ഫോക്കസ് യുവർ അറ്റൻഷൻ ഹെർ. ഫോക്കസ് യുവർ അറ്റൻഷൻ ഹെർ. നെക്സ്റ്റ് വണ്ണ് ഇന്ന് സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ചോദിക്കാം? ഹൗ വാസ് സ്കൂൾ ടുഡേ? നെക്സ്റ്റ് ഇന്ന് സ്കൂളിൽ വളരെ രസകരമായിരുന്നു. ഇറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ് അറ്റ് സ്കൂൾ ടുഡേ. നെക്സ്റ്റ് വണ്ണ് 53rd വണ്ണാണ്. നാളെ നമുക്കൊരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. വി വിൽ ഹാവ് എ ടെസ്റ്റ് ടുമോറോ. നെക്സ്റ്റ് വണ്ണ് അതിനായി നന്നായി തയ്യാറെടുക്കണം. യു ഷുഡ് പ്രിപ്പയർ വെൽ ഫോർ ഇറ്റ്. യു ഷുഡ് പ്രിപ്പയർ വെൽ ഫോർ ഇറ്റ്. നെക്സ്റ്റ് വണ്ണ് എനിക്ക് ഈ അധ്യായം ഒരിക്കൽ കൂടി പഠിക്കണം. അധ്യായം മീൻസ് യൂണിറ്റ് ഓർ ചാപ്റ്റർ എന്നൊക്കെ പറയാം. ഐ നീഡ് ടു സ്റ്റഡി ദിസ് ചാപ്റ്റർ വൺസ് അഗെയിൻ. നെക്സ്റ്റ് വൺ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ഐ ഹാവ് എ ഫ്യൂ ഡൗട്ട്സ്. നെക്സ്റ്റ് വണ്ണ് അവയെല്ലാം നമുക്ക് ഒന്നിച്ച് പരിശോധിക്കാം. ലെറ്റ്സ് ഗോ ത്രൂ ഓൾ ഓഫ് ദം ടുഗദർ. നെക്സ്റ്റ് വണ്ണ് ഈ ചോദ്യം മറ്റൊരു രീതിയിൽ ചെയ്യാം. വി ക്യാൻ ഡു ദിസ് ക്വസ്റ്റ്യൻ ഇൻ അനദർ വേ. വി ക്യാൻ ഡു ദിസ് ക്വസ്റ്റ്യൻ ഇൻ അനദർ വേ. നെക്സ്റ്റ് വണ്ണ് ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ബി കെയർഫുൾ വൈൽ റൈറ്റിംഗ് ദ ആൻസർ. നെക്സ്റ്റ് വൺ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടൈം ഈസ് റണ്ണിങ് ഔട്ട്. എങ്ങനെ പറയാം? സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടൈം ഈസ് റണ്ണിങ് ഔട്ട്. നെക്സ്റ്റ് വണ്ണ് നീ ഇന്ന് വളരെ ക്ഷീണിതനായി തോന്നുന്നു. യു ലുക്ക് വെരി ടയേർഡ് ടുഡേ. യു ലുക്ക് വെരി ടയേർഡ് ടുഡേ. നെക്സ്റ്റ് വണ്ണ് കുറച്ച് നേരം വിശ്രമിക്കൂ. എങ്ങനെ പറയാം? ടേക്ക് സം റെസ്റ്റ് ഫോർ എ വൈൽ. ടേക്ക് സം റെസ്റ്റ് ഫോർ എ വൈൽ. നെക്സ്റ്റ് വൺ ഇന്ന് നിനക്ക് സുഖമാണോ? ആർ യു ഫീലിംഗ് ഓക്കെ ടുഡേ? ആർ യു ഫീലിംഗ് ഓക്കെ ടുഡേ അല്ലെങ്കിൽ വെൽ ടുഡേ എന്ന് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് വണ്ണ് എനിക്ക് ഇപ്പോൾ കുറച്ച് ക്ഷീണം തോന്നുന്നു. ഐ ആം ഫീലിംഗ് എ ലിറ്റിൽ ടയേർഡ് നൗ. നെക്സ്റ്റ് വൺ കുറച്ച് വെള്ളം കുടിക്കൂ. ഡ്രിങ്ക് സം വാട്ടർ. നെക്സ്റ്റ് വൺ
കുറച്ച് സമയം കഴിഞ്ഞാൽ എനിക്ക് സുഖമാകും. ഐ വിൽ ഫീൽ ബെറ്റർ ആഫ്റ്റർ സം ടൈം. ഐ വിൽ ഫീൽ ബെറ്റർ ആഫ്റ്റർ സം ടൈം. നെക്സ്റ്റ് വൺ, നീ എന്നെ എന്തുകൊണ്ടാണ് വിളിച്ചത്? വൈ ഡിഡ് യു കോൾ മീ? നെക്സ്റ്റ് വൺ, നിന്നോടൊരു കാര്യം ചോദിക്കാനായിരുന്നു. ഐ വാണ്ടഡ് ടു ആസ്ക് യു സംതിങ്. ഐ വാണ്ടഡ് ടു ആസ്ക് യു സംതിങ്. നെക്സ്റ്റ് വൺ, തീർച്ചയായും ചോദിക്കൂ. എങ്ങനെ ചോദിക്കാം? ഷുവർ, ഗോ അഹെഡ്. നെക്സ്റ്റ് വൺ, എനിക്കതിൻ്റെ ഉത്തരം അറിയില്ല. ഐ ഡോണ്ട് നോ ദ ആൻസർ ടു ദാറ്റ്. ഐ ഡോണ്ട് നോ ദ ആൻസർ ടു ദാറ്റ്. നെക്സ്റ്റ് വൺ, നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ടുഗദർ. നെക്സ്റ്റ് വൺ, നീ എപ്പോഴാണ് തിരികെ വരുന്നത്? വെൻ ആർ യു കമ്മിങ് ബാക്ക്? നെക്സ്റ്റ് വൺ, ഞാൻ വൈകുന്നേരം തിരികെ വരും. ഐ വിൽ കം ബാക്ക് ഇൻ ദ ഈവനിങ്. ഐ വിൽ കം ബാക്ക് ഇൻ ദ ഈവനിങ്. നെക്സ്റ്റ് വണ്ണ്, നീ എന്നെ കാത്തിരിക്കേണ്ട. യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ മീ. യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ മീ. നെക്സ്റ്റ് വൺ, ഞാൻ തന്നെ അത് ചെയ്തോളാം. ഐ വിൽ ഡു ഇറ്റ് മൈസെൽഫ്. നെക്സ്റ്റ് വണ്ണ്, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ. കോൾ മീ ഇഫ് യു നീഡ് എനിത്തിങ്. നെക്സ്റ്റ് വണ്ണ്, ഞാൻ നിന്നെ പിന്നീട് അറിയിക്കാം. ഐ വിൽ ലെറ്റ് യു നോ ലേറ്റർ. നെക്സ്റ്റ് വൺ, അതിനെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഐ ഓൾറെഡി ന്യൂ അബൌട്ട് ഇറ്റ്. നെക്സ്റ്റ് വണ്ണ്, അതെനിക്ക് അറിയില്ലായിരുന്നു. ഐ ഡിഡിൻറ്റ് നോ ദാറ്റ്. ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. നൗ ഐ അണ്ടർസ്റ്റാൻഡ്. നെക്സ്റ്റ് വണ്ണ്, നീ വളരെ നന്നായി ചെയ്തു. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. നെക്സ്റ്റ് വണ്ണ്, നിൻ്റെ ശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. എങ്ങനെ പറയാം? ഐ അപ്രിഷ്യേറ്റ് യുവർ എഫോർട്ട്. നെക്സ്റ്റ് വണ്ണ്, കുറച്ചുകൂടി പരിശീലിച്ചാൽ നിനക്ക് മെച്ചപ്പെടാം. യു ക്യാൻ ഇംപ്രൂവ് വിത്ത് എ ലിറ്റിൽ മോർ പ്രാക്ടീസ്. യു ക്യാൻ ഇംപ്രൂവ് വിത്ത് എ ലിറ്റിൽ മോർ പ്രാക്ടീസ്. നെക്സ്റ്റ് വണ്ണ്, തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കൂ. ട്രൈ ടു ലേൺ ഫ്രം യുവർ മിസ്റ്റേക്ക്. ട്രൈ ടു ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്. നമ്മൾ ഫസ്റ്റായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരൂലേ. ആ മിസ്റ്റേക്ക് വന്ന് ആ മിസ്റ്റേക്കിൽ നിന്നാണ് നമ്മൾ പഠിച്ചു തുടങ്ങുക അല്ലേ. നെക്സ്റ്റ് വണ്ണ്, എല്ലാം ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കേണ്ട. എങ്ങനെയായിരിക്കും പറയാം? ഡോണ്ട് ട്രൈ ടു ലേൺ എവറിത്തിങ് അറ്റ് വൺസ്. ഡോണ്ട് ട്രൈ ടു ലേൺ എവറിത്തിങ് അറ്റ് വൺസ്. നെക്സ്റ്റ് വണ്ണ്, ഓരോ ദിവസവും കുറച്ച് പഠിച്ചാൽ മതി. എങ്ങനെ പറയാം? ലേണിംഗ് എ ലിറ്റിൽ എവറി ഡേ ഇസ് ഇനഫ്. ഇനഫ് എന്ന് പറഞ്ഞാൽ മതി എന്നുള്ളൊരു മീനിങ് ആണ്. കുറച്ച് പഠിച്ചാൽ മതി. നെക്സ്റ്റ്, ഇന്ന് പഠിക്കാൻ എനിക്ക് നല്ലൊരു അവസരം ലഭിച്ചു. ഐ ഗോട്ട് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു ലേൺ ടുഡേ. ഓപ്പർച്യൂണിറ്റി മീൻസ് അവസരം എന്നുള്ള മീനിങ് ആണ്. ഐ ഗോട്ട് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു ലേൺ ടുഡേ. നെക്സ്റ്റ് വണ്ണ്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഐ എൻജോയ് ലേണിംഗ് ന്യൂ തിങ്സ്. നെക്സ്റ്റ് വണ്ണ്, ഈ അനുഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് എക്സ്പീരിയൻസ്. നെക്സ്റ്റ് വണ്ണ്, ഇന്ന് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കി. ഐ അണ്ടർസ്റ്റുഡ് സംതിങ് ഇമ്പോർട്ടൻറ്റ് ടുഡേ. നെക്സ്റ്റ്, നാളെ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. വി ക്യാൻ ടോക്ക് മോർ അബൌട്ട് ദിസ് ടുമോറോ. വി ക്യാൻ ടോക്ക് മോർ അബൌട്ട് ദിസ് ടുമോറോ. നെക്സ്റ്റ് വണ്ണ്, ഇപ്പോൾ എനിക്ക് പോകേണ്ട സമയമായി. ഇപ്പോൾ എനിക്ക് പോകേണ്ട സമയമായി. എങ്ങനെ പറയാം? ഇറ്റ്സ് ടൈം ഫോർ മീ ടു ലീവ് നൗ. ഇറ്റ്സ് ടൈം ഫോർ മീ ടു ലീവ് നൗ. നെക്സ്റ്റ് വണ്ണ്, പോകുന്നതിന് മുമ്പ് എല്ലാം പരിശോധിക്കൂ. ചെക്ക് എവറിത്തിങ് ബിഫോർ യു ലീവ്. നെക്സ്റ്റ് വൺ, വീട്ടിലെത്തിയാൽ എന്നെ അറിയിക്കൂ. ലെറ്റ് മീ നോ വെൻ യു റീച്ച് ഹോം. നെക്സ്റ്റ് വൺ, ഇന്ന് നിന്നോട് സംസാരിച്ചത് വളരെ സന്തോഷമായി. ഇറ്റ് വാസ് റിയലി നൈസ് ടോക്കിംഗ് ടു യു ടുഡേ. നെക്സ്റ്റ് വണ്ണ്, നാളെ വീണ്ടും കാണാം. സി യു അഗെയിൻ ടുമോറോ. നെക്സ്റ്റ് വണ്ണ്, നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ നിനക്കിത് എളുപ്പത്തിൽ ചെയ്യാം. എങ്ങനെയായിരിക്കും പറയുക? യു ക്യാൻ ഡൂ ദിസ് ഈസിലി ഇഫ് യു പേ അറ്റൻഷൻ. അപ്പോൾ ശ്രദ്ധ എന്നുള്ള മീനിങ് ആണ്. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ചെയ്താൽ നന്നായിട്ട് ചെയ്യാം. ഓക്കെ, യു ക്യാൻ ഡൂ ദിസ് ഈസിലി ഇഫ് യു പേ അറ്റൻഷൻ. നെക്സ്റ്റ് വണ്ണ്, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്. നെക്സ്റ്റ് വണ്ണ്, നമുക്ക് ഓരോ ദിവസവും കുറച്ചുകൂടി മെച്ചപ്പെടാം. ലെറ്റ്സ് ഗെറ്റ് എ ലിറ്റിൽ ബെറ്റർ എവറി ഡേ. ലെറ്റ്സ് ഗെറ്റ് എ ലിറ്റിൽ ബെറ്റർ എവറി ഡേ.
നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് സെൻറ്റൻസ് ആണ്. ഇന്നത്തെ പരിശീലനം ഇവിടെ അവസാനിപ്പിക്കാം. ലെറ്റ്സ് എൻഡ് ടുഡേയ്സ് പ്രാക്ടീസ് ഹിയർ. ലെറ്റ്സ് എൻഡ് ടുഡേയ്സ് പ്രാക്ടീസ് ഹിയർ. ഓക്കെ, അപ്പോൾ 100 സെൻറ്റൻസസ് ആണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത് എന്ത് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. നോട്ട്സൊക്കെ എഴുതിയാൽ വളരെ നന്നാകും. ഡെയിലി റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ എന്താ, നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി പതിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ സെൻറ്റൻസസും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു നോക്കുക. അതിന് ശേഷം കറക്റ്റായിട്ടുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, പതുക്കെ റെഡി ആവും കേട്ടോ. അപ്പോൾ ഡേ 1ൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഡേ 1ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.